എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നവരാത്രി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിന്നിവിടെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മേ 925 വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ്. നല്ലൊരു പൗഡറി മാറ്റ് ഫിനിഷൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ. നമുക്കൊരു ഡെയിലി ബേസിസിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വലിയ കവറേജും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കവർ ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് സ്കിന്നിനൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മെയ്ബിലിൻ്റെ തന്നെ ഏജ് റിവൈൻഡ് കൺസീലർ യൂസ് ചെയ്തിട്ട് ഞാൻ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൈലൈറ്റിങ് ഏരിയാസ് ഉണ്ടല്ലോ, നമ്മുടെ നെറ്റി, നോസിൻ്റെ ബ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ ചിൻ, പിന്നെ കണ്ണിൻ്റെ താഴെയും മുകളിലും എനിക്ക് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് അവിടെ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രഷ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ടെമോന്നാണ് കേട്ടോ. നല്ലൊരു ഫ്ലാറ്റ് ബ്ലെൻഡിങ് ബ്രഷാണ്. നല്ല ഹാൻഡിയാണ് കേട്ടോ. ഭയങ്കര ചെറുതാണ്, പക്ഷേ നല്ല യൂസ് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രഷ്. ഈ ഒരു കൺസീലറും അടിപൊളിയാണ്. പണ്ട് മുതലേ ഭയങ്കര ട്രെൻഡായിട്ടുള്ള ഒരു കൺസീലറാണിത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കൺസീലറാണ് കേട്ടോ മെയ്ബിലിൻ്റെ ഈ ഒരു സംഭവം. അതിനുശേഷം ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയ്ബിലിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 230 അങ്ങാണ്ടാണ് കേട്ടോ ഷെയ്ഡ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ 230 തന്നെയാണ്. എനിക്കത് പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ കോമ്പാക്റ്റ് എനിക്ക് കുറച്ചധികം ഒരു യെല്ലോയിഷ് ഷെയ്ഡായിട്ട് തോന്നി. നമ്മൾ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര യെല്ലോയിഷ് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാഴ്സിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മുടെ മിസ് ക്ലെയറിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മിസ് ക്ലെയർ അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടി, അതിൻ്റെയൊക്കെ ഐബ്രോ പെൻസിൽ പോലെ തന്നെയാണ് കേട്ടോ. മാഴ്സിൻ്റെ ഇതും ഭയങ്കര അഫോർഡബിളാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. കൂടെ ബ്രഷ് കൂടെ വരുന്നുണ്ട്. അതിനുശേഷം ഐ ഷാഡോ ആയിട്ട് ഞാൻ ഈ ഒരു ഐ ഷാഡോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഖത്തറിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കുറേ കളേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു ഇത്. അതിൽ നിന്നൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. പൗഡർ ഐ ഷാഡോ തന്നെയാണ് എളുപ്പം. ഇത് കണ്ടോ, നമ്മൾ കുറേ നേരം ഇട്ട് നമ്മുടെ ഐലിഡ്സിൽ ഇങ്ങനെ വരച്ച് കൊടുത്താലാണ് ഷെയ്ഡ് ഇങ്ങനെ നമുക്ക് കാണിക്കുള്ളൂ കണ്ണിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നൈക്കയുടെ ബ്ലാക്ക് മാജിക് കാജൽ യൂസ് ചെയ്തിട്ട് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സെയിം കാജൽ തന്നെ കണ്ണിൻ്റെ മുകളിൽ ഔട്ടർ കോർണറിൽ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ വിരൽ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ ബ്ലാക്ക് ഐ ഷാഡോ ഉള്ള പാലറ്റ് എൻ്റെ വീട്ടിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണത്. അതിനുശേഷം ഇപ്പോൾ ചെറുതായിട്ട് വലിയ സ്മോക്കി ഐസ് അല്ല എങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഐസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു ഫെൽ ടിപ്പ് ലൈനറാണ് യൂസ് ചെയ്യണത്. ഇത് ഖത്തറിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐലൈനറാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നന്നായിട്ട് വരയ്ക്കാനും പറ്റും. ഞാൻ വാലിട്ടാണ് കണ്ണ് എഴുതിയിരിക്കുന്നത്. എഴുതി രണ്ട് കണ്ണും ഒരേപോലെ ആക്കി വന്നപ്പോൾ കുറച്ചധികം വലിയ വാലായിപ്പോയി. അതിനുശേഷം കണ്ണിൻ്റെ അടിയിൽ ഞാൻ സെയിം നമ്മുടെ കാജൽ തന്നെ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ വാട്ടർ ലൈൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നൈക്കയുടെ ഒരു ഏതായിരുന്നു മസ്കാര, സൂപ്പർ സൈസർ മസ്കാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറേ പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല തിക്നെസ്സും വോളിയം ഒക്കെ തോന്നിക്കുക. മോശമില്ല, അത്രയാണ് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ഗംഭീര സംഭവമൊന്നും പറയാനില്ല. എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം മെയ്ബിലിൻ്റെ ഹൈപ്പർ കേളും അതുപോലെ തന്നെ ലോറിയൽ പാരീസിൻ്റെയാണ് കേട്ടോ. അത് രണ്ടും ഭയങ്കരമായിട്ട് നല്ലോണം ലാഷസ് ഉള്ള പോലെ തോന്നിക്കുന്ന രണ്ട് മസ്കാരാസാണ് അത് രണ്ടും. പിന്നെ മാഴ്സിൻ്റെ ഇത് മൂന്നാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് മസ്കാരാസ്. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ അൾടൈം പ്രോ HD ഇൻറ്റൻസ് മാറ്റ് ലിപ്സ് പ്ലസ് പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. അത് ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഷെയ്ഡ് വരുന്നത് ഡാഷ് ഓഫ് പിങ്ക് 05 ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അധികം ഇട്ട് കൊടുത്താൽ നല്ല ബ്രൈറ്റ് ഷെയ്ഡ് കിട്ടും. ഞാനിപ്പോൾ കുറച്ചിട്ടുള്ളൂ. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. ഷെയ്ഡ് വൈസും അടിപൊളിയാണ്. റേറ്റും അത്യാവശ്യം ഉണ്ട് കേട്ടോ.
അതിനുശേഷം ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്മിത്തിൽ നിന്ന് എനിക്ക് ട്രയൽ പാക്ക് കിട്ടിയതാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുക. ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന പോലുമില്ല, പക്ഷെ നേരിട്ട് വിസിബിളാണ് കേട്ടോ. ഇത് നല്ല ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ബ്ലഷാണ്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ ബ്രിക്ക് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. യൂഷ്വലി ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസിൽ, അതായത് ചീക്ക് ബോൺസ്, നോസിൻ്റെ ബ്രിഡ്ജ്, പിന്നെ ചിൻ, ഫോർഹെഡ്, അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഏത് പൊട്ട് വെച്ചിട്ടും എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. ഞാൻ മാറ്റി മാറ്റി വെച്ച് ഇങ്ങനെ നോക്കി ഏതാണ് ഭംഗി എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഒരു കല്ല് വെച്ച പൊട്ടിൽ ഫിക്സാക്കി. പിന്നെ അതിൻ്റെ താഴെയായിട്ട്, ഈ പൊട്ടിൻ്റെ താഴെയായിട്ട് ഞാനൊരു 3 കുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ചിന്നിലും പിന്നെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിലും ഞാനിതുപോലെ 3 കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഞാനിതുപോലെ നവരാത്രി ലുക്സ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഇതുപോലെ കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴുത്തിലൊക്കെ അവരിങ്ങനെ ഓരോ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി ലുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ജുംക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് നല്ല മാച്ചായിട്ട് തോന്നി. ഇതൊരു ബ്ലാക്ക് മെറ്റൽ സിൽവർ അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ജുംക്കയാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള 2 വളകളും ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു മൂക്കുത്തി വെച്ച് കൊടുത്തു കേട്ടോ. ഇത് വെച്ചപ്പോൾ എനിക്കൊരു കാർത്തുമ്പി വൈബാണ് ഫീൽ ചെയ്തത്. ഞാൻ വേഗം ഊരിക്കളഞ്ഞു. അത് എനിക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് വേഗം മാറ്റി കേട്ടോ. മൂക്കുത്തി എനിക്ക് ചേരാത്ത പോലെയാണ് എനിക്ക് തോന്നാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നവരാത്രി മേക്കപ്പ് ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഡ്രസ്സ് എവിടെ നിന്നാന്ന് വെച്ചാൽ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. നല്ലൊരു ചിക്കൻ കറി, ഒരു അനാർക്കലിയാണ്. നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.